ആത്മീയ ജീവിതം എന്ന് പറയുന്നത് ഒരു വശത്തൊരു യുദ്ധമുണ്ട്. യേശു കർത്താവ് വരെ ഈ ഭൂമിയിൽ വന്നപ്പോൾ അവിടെ പരീക്ഷകൻ അടുത്ത് വന്നു. തന്നോട് പല ചോദ്യങ്ങൾ ചോദിച്ച് തന്നെ പരീക്ഷിക്കുകയാണ്. തൻ്റെ വിശ്വാസത്തെ കർത്താവിനെ പോലും ദൈവപുത്രനെ പോലും ചോദ്യങ്ങൾ ചോദിച്ച് വലയ്ക്കാൻ ശ്രമിക്കുന്ന പൈശാചിക ശക്തി. അവിടെ വചനം പറയുന്നത് കുറച്ചു കാലത്തേക്ക് പിശാച് വിട്ടുമാറി. അപ്പോൾ അവിടെ വരെ വലിയൊരു പരീക്ഷകനുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നമ്മൾ ഓർക്കുക, എല്ലാം സുഗമമായി നടക്കണമെന്നില്ല. എപ്പോഴും നമ്മൾ വിജിലൻ്റ് ആയിരിക്കണം, നമ്മൾ ശ്രദ്ധയുള്ളവരായിരിക്കണം. വചനം എബ്രായർക്കെഴുതിയ ലേഖനം 3-ാം അധ്യായം നോക്കുമ്പോൾ അവിടെ പറയുന്നുണ്ട്, 1-ാമത്തെ വാക്യം ഒന്ന് വായിക്കുമ്പോൾ, നിങ്ങൾ കർത്താവായ യേശുവിൻ്റെ മുഖത്ത് ശ്രദ്ധിച്ചു നോക്കണം. നമ്മുടെ കർത്താവിന് എത്ര ലാവണ്യമുള്ളവനാണ്, എത്ര സുന്ദരനാണ്. 10,000-ങ്ങളിൽ അതിസുന്ദരനായ നമ്മുടെ കർത്താവായ യേശുവിനെ ഒന്ന് ശ്രദ്ധിച്ച് നീ നോക്കിയാൽ നിന്റെ മുഖം പ്രകാശിക്കും, നിന്റെ മുഖം പ്രകാശിക്കും. ആ കർത്താവിനെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ നിന്റെ മുഖം പ്രകാശിക്കുക മാത്രമല്ല, നിന്റെ ജീവിതം തന്നെ അടിമുടി മാറും.